വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് ശ്രദ്ധിക്കാം. റെവലേഷൻ ചാപ്റ്റർ 3 വേർഡ് 7. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമഭാഗത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം വിശുദ്ധ ബൈബിളിന്റെ പ്രത്യാശ നിലനിൽക്കുന്ന ആത്മമണവാളനായ ക്രിസ്തുവിനെയും മണവാട്ടിയാകുന്ന സഭയെയും വെളിപ്പെടുവാനുള്ള ദൈവികമായ ന്യായവിധി ഭക്തന്മാർക്ക് വേണ്ടി നിക്ഷേപിച്ചതും തന്റെ ജനത്തിനായി ദൈവം ഒരുക്കിയതുമായ നന്മകളെയും വെളിപ്പെടുത്തി കാണിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളാണ് ബഹുമാനനായ കർത്തൃദാസൻ വായിച്ചു കേൾപ്പിക്കുവാനിടയായത്. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിശക്തമേറിയ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു ദൈവികമായ ആലോചന നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. 7-8 വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ളതിൽ നമുക്ക് സംശയം തെല്ലും ഇല്ല. കാരണം വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ഇതൊക്കെ ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അത് മറ്റാരുമല്ല, നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ രാജാതിരാജാവും കർത്താതി കർത്താവും ഏക സത്യ നിത്യ ദൈവമായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. ഈ രാത്രിയിൽ ഈ സർവീസ് കാണുന്ന ദൈവമക്കൾ തിരിച്ചറിയുക, ഞാനും നിങ്ങളും ആരാധിക്കുന്നത് വിശുദ്ധനായ ഒരു ദൈവത്തെയാണ്. അവൻ വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്. അവന്റെ വിശുദ്ധിയെ ദർശിക്കുന്ന ദൂതന്മാർക്ക് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. അവന്റെ വിശുദ്ധിയെ ദർശിച്ചുകൊണ്ട് സ്വർഗസിംഹാസനത്തിൽ കെരൂബുകളുടെ മേൽ ആരൂഢനായിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായ ദൈവപുത്രനായ ക്രിസ്തുവിനെ ആരാധിക്കുന്ന സാറാഫുകൾ ദൈവവിശുദ്ധിയുടെ മുൻപിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ചുകൊണ്ട് ഒരുവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർപ്പിടുന്ന ആ വലിയ അനുഗ്രഹീതമായ അസ്വർഗീയമായ സന്ദേശം വെളിപ്പാട് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധിയെ ദർശിക്കുന്ന ദൂതന്മാർക്ക് അവന്റെ മുഖത്തെ നോക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ വിശുദ്ധിയുടെ മുൻപിൽ അവർ അവനെ ആരാധിക്കുകയാണ്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്, നമ്മുടെ ദൈവം വിശുദ്ധനായവനാണ്. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, 1 പത്രോസ് 1:15, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നടപ്പുകളിലും നിങ്ങൾ വിശുദ്ധരായിരിക്കുക. കാരണം നിങ്ങളെ വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എന്ന്
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ അനുസരണമുള്ളവരായിരിക്കണം, അവരെല്ലാം നടപ്പിലും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, 16-ാമത്തെ വാക്യത്തിൽ സർവശക്തനാകുന്ന ദൈവം തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇത്ര പരിശുദ്ധനായ, ആരാധ്യനായ, വിശുദ്ധനായ, സർവശക്തനായ, സാറാഫുകൾ ആരാധിക്കുന്ന 24 മൂപ്പന്മാർ തങ്ങളുടെ വിലപ്പെട്ട കിരീടങ്ങളെ നിലത്തേക്ക് ഇട്ടുകൊണ്ട് നെടുമ്പാട് വീണ്, കുഞ്ഞാടേ നീ ആരാധനയ്ക്ക് യോഗ്യനെന്ന് ആർപ്പിടുന്ന ഈ അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കൈകളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിന് മുമ്പിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, രണ്ടാമതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, യേശു സത്യവാനാണ്. ഒന്നവൻ വിശുദ്ധനാണ്, രണ്ട് യേശു സത്യവാനാണ്. അധർമ്മം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സത്യവും സത്യസന്ധതയും എങ്ങും കാണുവാൻ കഴിയാത്ത ഈ സമൂഹത്തിന്റെ നടുവിൽ ഒരേ ഒരു സത്യം എല്ലാ കാലത്തും സത്യമായി തന്നെ നിലകൊള്ളുന്നു. അത് ഏക സത്യമായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തിരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. സാത്താനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത്, അവൻ ഭോഷ്ക് പറയുന്നവന്റെ അപ്പനുമാകുന്നു. അതെ, പിശാച് കള്ളനാണ്, അവൻ കള്ളത്തരങ്ങൾ പറയുന്നവനാണ്, അവൻ അപവാദിയാണ്. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ സത്യമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ട്രൂത്ത്. യേശു സത്യമാണ്, ഏക സത്യമാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ അറിയിച്ച അരുളപ്പാടുകളിൽ നമുക്ക് ആശ്രയം വെക്കാം. കാരണം ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവ് തന്റെ വാക്കുകൾ മാറ്റുകയില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ അതിവിശ്വസ്തനായ ദൈവമാണ്. എന്റെ യേശു സത്യവാനാണ്. ദൈവത്തിന്റെ സത്യത്തിന്റെയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപിലാണ് പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്നത്. അവന്റെ വിശുദ്ധിയെ ദർശിക്കുമ്പോഴാണ് ദൂതന്മാർ അവന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ കഴിയാതെ ശിരസ് നമിക്കുന്നത്. ഈ രാത്രിയിൽ ഈ സർവീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധിയുടെ വഴികൾ വിട്ട് ദൈവികമായ വിശുദ്ധിക്ക് വേണ്ടിയും ദൈവവചന സത്യത്തിന് വേണ്ടിയും നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, വിശുദ്ധനും സത്യവാനുമാകുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മാവിലേക്ക് കടന്നു വരും. നിങ്ങൾ ഒരു പക്ഷെ അശുദ്ധനായിരിക്കാം, പാപിയായിരിക്കാം, പക്ഷെ ഏത് അശുദ്ധനെയും വിശുദ്ധീകരിക്കുവാൻ യേശു ക്രിസ്തു എന്ന വിശുദ്ധന് കഴിയും. ഏത് അസത്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയെയും സത്യത്തിലേക്ക് കൊണ്ടുവരുവാനും ആ സത്യത്തിൽ അവനെ സ്വതന്ത്രനാക്കുവാനും സ്വതന്ത്രയാക്കുവാനും ഏക സ്വാതന്ത്ര്യത്തിന്റെ ഉടമസ്ഥനായ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മാനവകുലത്തിന് വാഗ്ദാനം ചെയ്ത ദൈവപുത്രനായ ക്രിസ്തുവിന് അത് സാധ്യമാണ്. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് പറയാം, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ്, അവൻ വിശുദ്ധനാണ്, അവൻ സത്യവാനാണ്, അവനിൽ ഭോഷ്ക് ഇല്ല. ഹല്ലേലൂയ. മൂന്നാമതായി നമ്മൾ ഇവിടെ കാണുന്നു, അവൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ യേശു ആകുന്ന വാതിൽ എന്ന വിഷയത്തിൽ നാം നിൽക്കുമ്പോൾ താക്കോൽ എന്ന വാക്കിന് പ്രാധാന്യതയുണ്ട്. എപ്പോഴും താക്കോൽ ഉപയോഗിക്കുന്നത് വാതിൽ, ഡോറ് തുറക്കാൻ വേണ്ടിയാണ്. അത് വീടിന്റെ ഡോറാകാം, നിങ്ങളുടെ കബോർഡിന്റെ ഡോറാകാം, എന്തുമാകാം. താക്കോൽ വാതിൽ തുറക്കുവാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പൂട്ടിവെച്ചിരിക്കുന്നത് തുറന്നെടുക്കുവാൻ ഉപയോഗിക്കുന്നു, അൺലോക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു കർത്താവ് വിശുദ്ധനും സത്യവാനും മാത്രമല്ല, അവൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ്. എന്താണ് ആ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള കർത്താവ് ചെയ്യുന്നത്? അവന്റെ പ്രവൃത്തി ആരും അടയ്ക്കാതെ വണ്ണം അവൻ തുറക്കുകയും ആരും
തുറക്കാതെ വണ്ണം അവൻ അടയ്ക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു വാതിൽ തുറന്നാൽ പിന്നെ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തു ഒരു വാതിൽ അടച്ചാൽ പിന്നെ അത് തുറക്കുവാനും ആർക്കും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അവൻ തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുന്നതുമില്ല. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യേശു കർത്താവ് അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവനൊരു വാതിൽ അടച്ചാൽ പിന്നെ അത് ആർക്കും അവരുടെ കഴിവുകൾ കൊണ്ട് തുറക്കാൻ കഴിയുകയില്ല എന്നുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ, വേദപുസ്തകത്തിലെ അതിശക്തമേറിയ സംഭവങ്ങൾ വിവിധ നിലകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. അതിലൊരു പ്രധാന സംഭവമാണ് നോഹയുടെ കാലം. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വെളിപ്പെടുവാൻ പോകുന്ന വലിയൊരു പ്രളയത്തെക്കുറിച്ചും ആ പ്രളയത്താൽ വെളിപ്പെടുന്ന അതിശക്തമേറിയ ഒരു ന്യായവിധിയെക്കുറിച്ചും നോഹയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ദൈവം ഒരു പെട്ടകം തീർക്കുവാൻ നോഹയോട് അറിയിച്ചപ്പോൾ നോഹ വളരെ വിശ്വസ്തയോടെ ദൈവം പറഞ്ഞ അളവിനൊത്തവണ്ണം ആ പെട്ടകം ഉണ്ടാക്കുവാനിടയായി. പെട്ടകത്തിന് വാതിൽ തീർത്തതും നോഹയാണ്. ദീർഘവർഷങ്ങൾ ഇരുന്നു കൊണ്ട് നോഹ എന്ന മനുഷ്യൻ വളരെ വലിപ്പമുള്ള ഒരു പെട്ടകം ദൈവത്തിന്റെ അളവിൽ, ദൈവം പറഞ്ഞ അളവിൽ പണിതു. എന്നാൽ നോഹ ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ചു, ഒരു ന്യായവിധി ഉണ്ടാകുവാൻ പോകുന്നു, വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ പെട്ടകത്തിൽ പ്രവേശിക്കണം. അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല, പ്രളയമുണ്ടായിട്ടില്ല, ആ നിലകളിൽ ഒരു വെള്ളപ്പൊക്കമോ മഴയോ അവർ കണ്ടിട്ടില്ല. കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് നോഹ ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് പ്രസ്താവിക്കുമ്പോൾ കേട്ടവർക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല, കേട്ടവർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിലും ദൈവത്തിന്റെ അരുളപ്പാടുകളെ വിമർശിച്ച് വിധി എഴുതി മാറി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടു, നോഹ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. മൃഗങ്ങളിൽ നിന്ന് ഈരണ്ടായ ആണും പെണ്ണുമായി ഓരോന്നിനെ നോഹ പെട്ടകത്തിലേക്ക് കയറ്റി. നോഹയും നോഹയുടെ കുടുംബവും 8 പേർ പെട്ടകത്തിൽ പ്രവേശിച്ചു. ആ സമയത്ത് നോഹയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, എന്റെ പ്രസംഗം കേട്ട ചിലരും കൂടെ ഇതിൽ പ്രവേശിക്കുമെന്ന്. പക്ഷേ ആരും പ്രവേശിച്ചില്ല. ആഴിയുടെ ഉറവകൾ തുറന്നു, ഭൂമിയിൽ നിന്ന് വെള്ളം പൊങ്ങുവാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കൂടി നിന്ന നോക്കി നിന്ന മനുഷ്യരുടെ കാലുകൾ നനഞ്ഞു. ആ വെള്ളം പുതിയെ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ പെട്ടകവും പതിയെ ആ വെള്ളത്തിന്റെ ഉയർച്ചയ്ക്കൊത്ത് ഉയരുവാൻ തുടങ്ങി. ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിച്ചു. അവിടെ വളരെ പ്രസക്തമായ ഒരു വാക്കുണ്ട്, പെട്ടകത്തിന്റെ വാതിൽ യഹോവയായ ദൈവം അടച്ചു. എന്തുകൊണ്ടാണ് പെട്ടകത്തിന്റെ വാതിൽ യഹോവയായ ദൈവം അടച്ചത്? പെട്ടകം പണിതത് നോഹയാണ്. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും വരുവാനുള്ള അനർത്ഥത്തെക്കുറിച്ചും പ്രസംഗിച്ചത് നോഹയാണ്. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് നോഹയ്ക്കാണ്. ആ പെട്ടകം ഏതളവിലായിരിക്കണമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ആ അളവിൽ അത് അതുപോലെ രൂപകൽപ്പന ചെയ്തത് നോഹയാണ്. പക്ഷേ വർഷങ്ങൾ വർഷങ്ങൾ പെട്ടകത്തിന്റെ വാതിലും പെട്ടകവും പണിത നോഹയ്ക്ക് ആ കഥ ഒന്ന് അടയ്ക്കാൻ, ആ പെട്ടകത്തിന്റെ ഡോർ ഒന്ന് വലിച്ചടയ്ക്കാനുള്ള അനുവാദം ദൈവം കൊടുത്തില്ല. ഞാൻ ചിന്തിക്കുന്ന, എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്ന ഉത്തരവാദിത്വം ദൈവം നോഹയ്ക്കാണ് കൊടുത്തതെങ്കിൽ പ്രളയത്തിന്റെയും ന്യായവിധിയുടെയും നടുവിൽ ദൈവിക ന്യായവിധി ദേശത്തിൽ വെളിപ്പെടുന്ന സാഹചര്യത്തിൽ നോഹയ്ക്ക് മനസ്സലിവ് തോന്നി, അല്ലെങ്കിൽ കരയുന്നവരെ, നിലവിളിക്കുന്നവരെ, വെള്ളം കുടിച്ച് വെള്ളത്തിൽ പൊന്തിപ്പൊങ്ങി ഒഴുകി നടക്കുന്നവരെ കണ്ടിട്ട് അവരെയും കൂടെ വലിച്ചെടുത്ത് പെട്ടകത്തിനകത്ത് കയറ്റിക്കളയാമെന്ന് മനസ്സോ മനോഭാവമോ ഒരുപക്ഷെ നോഹയ്ക്കുണ്ടാകാം. മനുഷ്യനല്ലേ, മനസ്സ് മാറാം. പക്ഷെ യഹോവയാകുന്ന ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? ഈ കർത്താവിന്റെ കരം ഒരു വാതിൽ അടച്ചാൽ പിന്നെ അത് നോഹയ്ക്ക് തുറക്കാൻ കഴിയില്ല. അവനൊരു വാതിൽ അടച്ചാൽ പിന്നെ അത് മനുഷ്യർക്ക് തുറക്കാൻ കഴിയില്ല. അവനൊരു വാതിൽ തുറന്നാൽ അത് ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും, ഒരാഭിചാരകനും, ഒരു മന്ത്രവാദിക്കും, ഒരു ക്ഷുദ്രക്കാരനും, ഒരു അസൂയക്കാരനും ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലിനെ അടയ്ക്കുവാൻ കഴിയുകയില്ല. അതെ, അവൻ തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല, അവൻ അടച്ചാൽ ആരും അത് തുറക്കുന്നില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, എന്താണ് ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ?
യേശു കർത്താവിന് തുറക്കാൻ കഴിയില്ലേ? യേശു കർത്താവിന് അടയ്ക്കാൻ കഴിയില്ലേ? അവൻ വിശുദ്ധനും സത്യവാനും ശക്തനുമായ ദൈവമല്ലേ? എന്തിനാണ് പിന്നെ തുറക്കുവാനും അടയ്ക്കുവാനും ദാവീദിന്റെ താക്കോൽ? എന്തിനാണ് അവന് ദാവീദിന്റെ സഹായം? ഇതൊരു വെളിപ്പാടാണ്, അതിനൊരു സംശയമില്ല. കാരണം ഈ വായിച്ചിരിക്കുന്ന വാക്യം വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമാണ്. എന്താണ് ആ വെളിപ്പാട്? ദാവീദ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ രാജാവായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിലെ അനുഗ്രഹീതനായ രാജാവായിരുന്നു ദാവീദ്. ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു ദാവീദ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിച്ച മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാവീദ്. ചെയ്തുപോയ തെറ്റുകളെ, പാപത്തെ ഓർത്ത് തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണ് അനുതപിച്ച് പൊട്ടിക്കരഞ്ഞ് മടങ്ങി വന്ന അഭിഷിക്തനായിരുന്നു ദാവീദ്. ദാവീദ് കാട്ടിലും നാട്ടിലും വീട്ടിലും കൊട്ടാരത്തിലും വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദാവീദ് ഒരു രാജ്യത്തിലെ രാജാവായതുകൊണ്ട് ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ എന്ന പരാമർശത്തിന്റെ മുൻപിൽ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഒരു രാജ്യത്തിലെ രാജാവിന്റെ താക്കോൽ, അതാണ് ദാവീദ്. ദാവീദ് ഒരു കിങ് ആയിരുന്നു, രാജാവായിരുന്നു. ഹി വാസ് ദ കിങ് ഓഫ് ഇസ്രായേൽ. ഒരു രാജ്യത്തിന്റെ രാജാവിന് ആ രാജ്യത്തിലെ എല്ലാ മേഖലകളിലും അധികാരമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ആ രാജ്യത്തിന്റെ പ്രഥമ ഭരണാധികാരിക്ക് അധികാരമുണ്ട്. സാമ്പത്തിക മേഖലയിൽ അധികാരമുണ്ട്. ആ രാജ്യത്തിലെ ഏത് വിഷയവും ഓപ്പറേറ്റ് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഒരു ഉത്തരവ് കൽപ്പിച്ചാൽ അത് ഈ സംസ്ഥാനവും, പ്രധാനമന്ത്രി കൽപ്പിച്ചാൽ അത് ഈ രാജ്യവും മുഴുവൻ ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, നാം അതനുസരിച്ചേ പറ്റുകയുള്ളൂ. കാരണം അവർ അധികാരികളാണ്. എന്നതുപോലെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ് ഒരു രാജ്യത്തിന്റെ രാജാവ്. ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവായിരുന്ന ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ എന്ന് പറയുമ്പോൾ അതൊരു വെളിപ്പാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? യേശു കർത്താവിന് തുറക്കുവാൻ കഴിയാത്ത, പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റുകളുമില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ രോഗിയാണോ? യേശു സൗഖ്യദായകനാണ്. നിങ്ങൾ സമാധാനമില്ലാത്ത വ്യക്തിയാണോ? യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. താങ്കൾ ഒരു പാപിയാണോ? യേശു നിന്റെ പാപത്തിന്റെ വിമോചകനാണ്. താങ്കൾ ഒരു ശാപത്തിന്റെ കീഴിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? യേശു ക്രിസ്തു നിന്റെ ശാപത്തിന് വിമുക്തിയും വിമോചനവും നൽകുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഏതു മേഖലയെടുത്തു നോക്കിയാലും എന്റെ കർത്താവ് സർവശക്തനാണ്. അവന് അസാധ്യമായതൊന്നുമില്ല. അവന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റുകളുമില്ല. ശാരീരികമായും മാനസികമായും ആത്മികമായും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്. അവന് വേണ്ടുന്ന ഫിസിക്കൽ നീഡുകളുണ്ട്, മെറ്റീരിയൽ നീഡുകളുണ്ട്, സ്പിരിച്വൽ നീഡുകളുണ്ട്. ശാരീരിക ആവശ്യങ്ങൾക്കും മാനസിക ആവശ്യങ്ങൾക്കും ആത്മീക ആവശ്യങ്ങൾക്കും യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഒരു ആത്മീക വർധനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടുതലായി പ്രാപിക്കുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കൂടുതൽ സമയം ദൈവവചനം ധ്യാനിക്കുവാനും ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ഉൾക്കൊള്ളുവാനുമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? യേശു കർത്താവിന് നിങ്ങൾക്കത് നൽകാൻ കഴിയും. വൈദ്യശാസ്ത്രം മുഴുവൻ കൈവിട്ട് ഇനി എനിക്കൊരു ജീവിതമില്ല, ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുന്നു എന്നൊരവസ്ഥയിലാണോ നിങ്ങൾ? നിന്റെ മരണക്കിടക്കയെ മാറ്റിമറിച്ച് ഒരത്ഭുതകരമായ സൗഖ്യം തന്റെ അടിപ്പിണരുകളാൽ നൽകുവാൻ യേശു കർത്താവിന് കഴിയും. എന്റെ ചോദ്യം ഇതാണ്, ഈ കർത്താവിന് കഴിയാത്തത് എന്തുണ്ട്? ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു. യഹോവയായ ദൈവം നമ്മെ അറിയിക്കണം, അവൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. അവന് കഴിയാത്ത, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ കർത്താവിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ലൂക്കോസ് 1:37 നമുക്കറിയാവുന്ന വാക്യമാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വാത്സല്യ സഹോദരങ്ങളെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തുറക്കുവാനും അടയ്ക്കുവാനും കഴിവുള്ളവനായ കർത്താവ്, ആ താക്കോൽ അവൻ കൈകാര്യം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ആ അത്ഭുതത്തിന്റെ താക്കോൽ യേശുവിന്റെ പക്കൽ ഉണ്ട്. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയുടെ വാതിൽ തുറക്കുവാൻ
നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ആത്മീകമാകാം, അത് ഭൗതികമാകാം, അത് ശാരീരികമാകാം, അത് മാനസികമാകാം, അതേതുമാകാം, ദൈവഹിതപ്രകാരമുള്ള, ദൈവ ഇഷ്ടപ്രകാരമുള്ള ഒരു വാതിൽ തുറക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു കർത്താവിന് അത് തുറക്കുവാൻ കഴിയും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ മുമ്പിൽ ഞാനൊരു വാതിലും കാണുന്നില്ല, എന്റെ മുമ്പിൽ ഞാനൊരു വഴിയും കാണുന്നില്ല. ഒരു വാതിൽ ഉണ്ടെങ്കിലല്ലേ പാസ്റ്ററെ അത് തുറക്കാൻ കഴിയുകയുള്ളൂ. ബ്രദറെ, എന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വാതിൽ കണ്ടെങ്കിലല്ലേ അത് തുറക്കാൻ കഴിയുള്ളൂ. എന്റെ മുമ്പിൽ ഞാനൊരു വഴിയും കാണുന്നില്ല, എന്റെ മുമ്പിൽ ഞാനൊരു വാതിലും കാണുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ യേശു കർത്താവ് പറയുന്നു, ദൃശ്യമായ കണ്ണുകളിൽ നിനക്ക് കാണുവാൻ കഴിയാത്ത ഒരു വാതിലുണ്ടെങ്കിൽ നീ സേവിക്കുന്ന ദൈവം, നീ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു, അവൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഐ ആം ദ ഡോർ. എന്റെ മുമ്പിൽ ഞാനൊരു വഴിയും കാണുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിത്വമാണെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ വേ, ഞാൻ വഴിയാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ആകുന്ന വാതിലിനെ കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിലാകുന്നു. ഐ ആം ദ ഡോർ. If any man enter in, he shall be saved, and shall go in and out and find the pasture. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ സേവ്ഡ് ആകും. ഇവിടെ ഒരു ഭൗതികമായ രക്ഷപ്പെടലിനെ കുറിച്ചല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ വാസ്തവമായും യഥാർത്ഥമായി സേവ്ഡ് ആകുക, രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് പലരും ഉദ്ദേശിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചാണ്. കുറച്ച് പണം ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു, ഒരു പുതിയ ജോലി ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ ആ വീസ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ഭൗതികമായ മേഖലയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, അതെല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടും. ഞാൻ എപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പ്രാർത്ഥിക്കുന്നവനും വാഹനമുണ്ട്, പ്രാർത്ഥിക്കാത്തവനും വാഹനങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്കും ഭവനമുണ്ട്, പ്രാർത്ഥിക്കാത്തവർക്കും ഭവനങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്കും നല്ല വസ്ത്രമുണ്ട്, പ്രാർത്ഥിക്കാത്തവർക്കും നല്ല വസ്ത്രങ്ങളുണ്ട്. ഒരു ഭൗതികമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. പണമുള്ളവർ, പ്രതാപമുള്ളവർ, കഴിവുള്ളവർ, സൗന്ദര്യമുള്ളവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കളെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരും, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരും, വെല്ലുവിളികൾ അനുഭവിക്കുന്നവരും, ദുഃഖം അനുഭവിക്കുന്നവരും, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒറ്റപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, അവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് മലാക്കി എന്ന പ്രവാചകൻ പറയുന്നത്. ദൈവത്തെ അറിയുന്നവനും ദൈവത്തെ അറിയാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ദൈവം വെളിപ്പെടുത്തുന്ന, വ്യക്തമായി വേർതിരിച്ചു കാണിക്കുന്ന, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട് എന്ന് തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു. ദുഷ്പ്രവർത്തിക്കാർ താളടിയാകുന്ന, ദുഷ്പ്രവർത്തിക്കാർ തകർന്നു പോകുന്ന, വേരും കൊമ്പും ശേഷിക്കാതെ ഒരു അതിശക്തമേറിയ ജഡ്ജ്മെന്റിന്റെ ഡേ ഉണ്ടാകുന്നു എന്നുള്ളത്, അത് വെളിപ്പെടുവാൻ പോകുന്നു, വരുവാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ കർത്താവിന്റെ മക്കൾക്കൊരു പ്രത്യേകത, ഹല്ലേലൂയ, അവർ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ അവർ തുള്ളിച്ചാടും. രോഗോപശാന്തിയോടുകൂടെ നീതിസൂര്യൻ അവർക്ക് മുമ്പിൽ ഉദിച്ചു വരും. ആ നീതിസൂര്യനാകുന്ന ക്രിസ്തുവിൽ അവർ ആശ്രയിക്കുകയും ആ നിഴലിൽ അവർ വസിക്കുകയും അവർ ക്രിസ്തുവിൽ പുകഴുകയും ആനന്ദിക്കുകയും ചെയ്യും. ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ആകുന്ന വാതിലിലൂടെ കടന്നവർ അവർ രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തു ആകുന്ന വാതിലിൽ കൂടെ കടക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സാൽവേഷൻ ഉണ്ട്, ഒരു രക്ഷയുടെ അനുഭവമുണ്ട്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ പറയട്ടെ, ആദ്യമായി
നിന്റെ ആത്മാവിൽ ലഭിക്കുന്ന രക്ഷ ക്രിസ്തു എന്ന വാതിലൂടെ പ്രവേശിക്കുമ്പോൾ. രണ്ടാമതായി, ക്രിസ്തുവിലായി തീർന്ന ഒരു ദൈവ പൈതലിന്, ക്രിസ്തുവിലായി തീർന്ന ഒരു വിശുദ്ധന്, ഒരു ദൈവദാസന്, ഒരു ദൈവദാസിക്ക്, ഒരു സഹോദരന്, ഒരു സഹോദരിക്ക് ആ വ്യക്തി മേയുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു മേച്ചിൽ പുറമുണ്ട്. അതാണ് 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനെ ദാവീദ് പറഞ്ഞത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ആർക്കാണ് മുട്ടുണ്ടാകാത്തത്? ഒന്നിനും കുറവുണ്ടാക്കാത്തത് ആർക്കാണ്? യഹോവ ഇടയനായി ഇരിക്കുന്നവർക്ക്. അവർക്കാണ് പച്ചയായ പുൽപ്പുറം, അവർക്കാണ് സ്വസ്ഥതയുള്ള വെള്ളം, അവർക്കാണ് പ്രാണനിൽ തണുപ്പ്. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും അവരാണ് ഒരനർത്ഥവും ഭയപ്പെടാത്തത്. അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ ഒരു വാതിലും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, യേശു ക്രിസ്തു ഇതാ നിന്റെ വാതിലാകുന്നു. എന്റെ മുമ്പിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ലെന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തിരിച്ചറിയുക, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏക വഴിയാകുന്നു. സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, അവൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ്. എന്താണ് ദാവീദ്? ദാവീദ് അവിടെ ഒരു പ്രതിനിധിയാണ്, ഒരു പ്രതിനിധിയാണ്. എല്ലാ കാലത്തും എന്റെ കർത്താവിന് വാതിൽ തുറക്കുവാൻ കഴിയും, എല്ലാ കാലത്തും എന്റെ യേശുവിന് വാതിൽ അടയ്ക്കാൻ കഴിയും. എല്ലാ കാലത്തും ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾ ചോദിക്കുന്നു, ഇപ്പോൾ ഈ വെളിപ്പെട്ട് നിൽക്കുന്ന മഹാമാരിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമോ? ഉറപ്പായിട്ടും കഴിയും. പിന്നെന്താ മാറ്റാത്തെ? മാറ്റില്ല. കാരണം ഇതിന്റെ പുറകിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ലോകത്തിൽ ദൈവം അനുവദിച്ചതിന്റെ പിറകിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ദൈവികമായ പ്ലാൻ ഉണ്ട്, ഒരു ദൈവികമായ പദ്ധതിയുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഫോണിൽ കണ്ടതായ ഒരു ആർട്ടിക്കിൾ, ഒരു ചെറിയൊരു ആർട്ടിക്കിൾ, അതിനകത്ത് ഇങ്ങനെയാണ് ഞാൻ കാണുവാനായിട്ട് ഇടയായത്. ഒരു ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പല പല സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ അത് നിർത്തും. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ നിർത്തും. മാക്സിമം 5 മിനിറ്റിൽ കൂടുതൽ നിർത്തുകയില്ല. ഈ 1 മിനിറ്റിനകത്ത്, 2 മിനിറ്റിനകത്ത് ആൾക്കാരെ റിഫ്രഷ്ഡ് ആകാൻ വേണ്ടി അവർ ചായയും സ്നാക്സും ഒക്കെ അകത്ത് കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കഴിക്കുകയും, അല്ലെങ്കിൽ അത് നിർത്തിയിടുമ്പോൾ അവര് ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. മാക്സിമം 2 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ്. പക്ഷെ ചില സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ എപ്പോഴുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ബോംബെ വരെ ഒരു യാത്ര പുറപ്പെട്ടാൽ അതിൻ്റെ ഇടയിൽ 3-4 സ്ഥലത്ത്, മാക്സിമം 3-4 സ്ഥലത്ത് 1 മണിക്കൂറോളം അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ എറണാകുളത്ത് എത്തുമ്പോൾ 45 മിനിറ്റ് എറണാകുളത്ത് ഇത് ഹോൾട്ട് ചെയ്യും, ഇത് അവിടെ പിടിച്ചിടും. എന്തിനാണെന്നറിയാവോ? നമ്മൾ വിചാരിക്കും ഇതിനങ്ങ് പോയിക്കൂടെ, എന്തിനാ ഇത്ര ഡിലേ ആക്കുന്നേ? നേരത്തെ എല്ലാം 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് പോയി. പെട്ടെന്ന് ഒരു പ്രശ്നം ഇങ്ങോട്ട് വന്നു, പെട്ടെന്ന് പോയി. മറ്റൊരു വിഷയം വന്നു, നിപ്പ വന്നു, പെട്ടെന്ന് പോയി. വേറൊരു വിഷയം വന്ന് പെട്ടെന്ന് പോയി. ഓരോ വിഷയങ്ങൾ വന്ന് പെട്ടെന്ന് പോയി. ഇതെന്താ ഇത്ര ഹോൾട്ട് ചെയ്യുന്നേ, ഇത്ര ഡിലേ ആകുന്നേ? ഓർക്കുക, ആ ട്രെയിൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് അത് ഹോൾട്ട് ചെയ്തിട്ടിരിക്കുന്നതിന്റെ കാരണം, പിടിച്ചിട്ടിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അതിനകത്ത് തീർന്നുപോയ വെള്ളം അവർ സ്റ്റോർ ചെയ്യുകയാണ്, തീർന്നുപോയ ഭക്ഷണം അവർ സ്റ്റോർ ചെയ്യുകയാണ്, അകത്ത് നടക്കേണ്ടതായ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്, ക്ലീനിങ് നടക്കേണ്ടടുത്ത് ക്ലീനിങ് നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തെങ്കിലും ഹോൾട്ട് ചെയ്യപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങളിൽ ഡിലേ ആകപ്പെടുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം എന്തൊക്കെയോ എടുത്തു മാറ്റുന്നു, ദൈവം എന്തൊക്കെയോ അത് റീഫിൽ ചെയ്യുന്നു, ദൈവം എന്തൊക്കെയോ അതിനകത്ത് വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ സർവീസിലും പറയുന്നത്, ദിസ് ഈസ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ, ദിസ് ഈസ് ദ ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ, ആൻഡ് ദിസ് ഈസ് ദ ടൈം ഓഫ് റെസ്റ്റോറേഷൻ. ഇതൊരു പുനഃസ്ഥാപനത്തിന്റെ സമയമാണ്, ഇതൊരു വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഇത് സർവശക്തനാകുന്ന ദൈവം തന്റെ ജനത്തെ പണിതുയർത്തുന്ന സമയമാണ്. ഞാൻ ഉറപ്പായിട്ടും അത് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റുവാൻ, കളയേണ്ടത് കളയുവാൻ, എടുക്കേണ്ടത് എടുക്കുവാൻ, എല്ലാത്തിൻ്റെയും വിലകൾ മനസ്സിലാക്കുവാൻ, എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
മനുഷ്യൻ നീ മനുഷ്യനാണെന്നും ദൈവം ദൈവമാണെന്നുമുള്ള തിരിച്ചറിവ് ലോകത്തിനുണ്ടാകുവാൻ. അവിടെ കൊണ്ട് മാത്രമല്ല സഹോദരങ്ങളെ, നമുക്ക് ദൈവം മാത്രമേ ആശ്രയമായി ഉള്ളൂ എന്നും ഏതൊരു കാര്യത്തിലും നമ്മെ സഹായിപ്പാൻ ഈ കർത്താവല്ലാതെ മറ്റാരുമില്ലെന്നും മനുഷ്യരുള്ള ആശ്രയങ്ങളൊക്കെ വ്യർത്ഥമാണെന്നും നമ്മെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ സാഹചര്യം. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിലും പലരുടെയും കയ്യിൽ പ്രതാപങ്ങൾ പലതുമുണ്ടെങ്കിലും ആശ്വാസവും സമാധാനവും നൽകുന്നത് ദൈവത്തിന്റെ വചനമാണെന്നും, മക്കളിലായിരുന്നു പലരുടെയും പ്രതീക്ഷ, ഭാര്യയിലും ഭർത്താവിലുമായിരുന്നു പലരുടെയും പ്രതീക്ഷ, പണത്തിലായിരുന്നു പലരുടെയും പ്രതീക്ഷ, കഴിവുകളിലായിരുന്നു പലരുടെയും പ്രതീക്ഷ. സ്തോത്രം. അവരനുഭവിച്ചുകൊണ്ടിരുന്നതായ മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സിലായിരുന്നു അവരുടെ പലരുടെയും പ്രതീക്ഷ. പക്ഷെ ഇതൊന്നും ഏതുമല്ലെന്നും നാം തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സത്യം എന്ന് പറയുന്നത്, അവൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ്. ദാവീദ് ഒരു പ്രതിനിധിയാണ്. എല്ലാ കാലത്തും ദൈവത്തിന് തുറക്കുവാനും എല്ലാ കാലത്തും കർത്താവിനെ അടയ്ക്കുവാനും ഒരു പ്രതിനിധി ആവശ്യമാണ്. ഞാൻ വീണ്ടും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. യേശുവിനെ തുറക്കാൻ കഴിയും, യേശുവിന് അടയ്ക്കാൻ കഴിയും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുന്നില്ല. പക്ഷേ അവന് തുറക്കുവാനും അവന് ചിലത് അടയ്ക്കുവാനും അവന് ചില പ്രതിനിധികളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. തെളിയിക്കാം. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് കർത്താവിന്റെ വചനത്തിൽ അതിന്റെ 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്നു, നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുന്നു. ശ്രദ്ധിച്ചോ വാക്ക്? നിങ്ങൾ എന്നാണ്. ആ വാക്ക് എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18:18, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ, ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ, ദൈവത്തിന് കെട്ടാൻ കഴിയും, ദൈവത്തിന് അഴിക്കാൻ കഴിയും. പക്ഷെ കർത്താവ് പറയുന്നു, കെട്ടുകളെ അഴിക്കുവാനും പൈശാചിക മണ്ഡലങ്ങളെ ബന്ധിക്കുവാനും പൈശാചിക മണ്ഡലങ്ങൾ ബന്ധിച്ചതിനെ അഴിക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. എന്റെ ശിഷ്യഗണങ്ങൾ, എന്നിൽ വിശ്വസിക്കുന്നവരാണ് അത് ചെയ്യേണ്ടത്. എല്ലാ കാലത്തും എന്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ ചില പ്രതിനിധികളുണ്ട്. ഏലിയാവിന്റെ കാലഘട്ടം എടുത്തേ. ആഹാബും ഇസബേലും ദേശത്തെ ഭരിക്കുന്ന കാലം, യഹോവയാകുന്ന ദൈവത്തെയും തന്റെ പ്രവാചകന്മാർക്കും വിരോധമായി അവർ പ്രവർത്തിക്കുന്ന കാലം. ദൈവത്തിന് ആ ദേശത്തിൽ മഴ പെയ്യിക്കാനും അറിയാം, ദൈവത്തിന് മഴ പെയ്യിക്കാതിരിക്കാനും അറിയാം. അതിന് ആരുടെ ഒത്താശ ദൈവത്തിന് വേണ്ട. അത് ആരോടും ദൈവത്തിന് പറയുകയും വേണ്ട, പറയാതിരിക്കുകയും വേണ്ട. മഴ പെയ്യിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മഴ പെയ്യിച്ചാൽ മതി. പക്ഷെ ദൈവത്തിന് എല്ലാ കാലത്തും ഒരു പ്രതിനിധി ഉണ്ടാകും, അല്ലെങ്കിൽ അവന്റെ ആൾക്കാർ, അവന്റെ ജനം അവന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാനുണ്ടാകും. ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി ചെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ് ആ സംഭവം നമ്മൾ കാണുന്നത്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിന് മഴ പെയ്യിക്കാൻ അറിയാം, ദൈവത്തിന് മഴ പെയ്യിക്കാതിരിക്കാൻ അറിയാം. പക്ഷെ ദൈവത്തിന് മഴ പെയ്യിക്കാനും ദൈവത്തിന് മഴ പെയ്യിക്കാതിരിക്കാനും അത് പറയാൻ ഒരു പ്രതിനിധി ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ശബ്ദമായി ഭൂമിയിൽ നിൽക്കുവാൻ ചില വ്യക്തികളെ അവൻ അന്വേഷിക്കുന്നു. അവർ കെട്ടിയാൽ കെട്ടപ്പെടും, അവരഴിച്ചാൽ അത് അഴിയപ്പെട്ടിരിക്കും. മറ്റൊരു സംഭവം തിരുവെഴുത്തിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട്. മറ്റൊരു സംഭവം ഞാൻ കാണിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ എലീശ എന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നതായ ഒരു സംഭവം വായിക്കാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു,
നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. എലീശയുടെ ശുശ്രൂഷ കാലയളവിൽ തന്നോടൊപ്പം നടന്ന, തന്നെ അനുഗമിച്ചിരുന്ന പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ, എലീശയുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഒരു ശുശ്രൂഷകൻ മരണപ്പെട്ടു. ആ മരണത്തിന്റെ അനന്തരഫലമായി, ആ ദൈവപുരുഷൻ മരിച്ചതിന്റെ അനന്തരഫലമായി, അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ നാഥൻ നഷ്ടപ്പെട്ടതിനാൽ ആ വീട്ടിൽ പട്ടിണി ഉണ്ടായി. ആ കർത്തൃദാസന്റെ ഭാര്യ ആകെ പ്രതിസന്ധിയിലായി, കടം കയറി. കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ ആരംഭിച്ച സാഹചര്യം. പെട്ടെന്ന് എലീശ ആ വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ എലീശ ചെല്ലുന്ന സമയത്ത് എലീശയോട് തന്റെ സഹശുശ്രൂഷകന്റെ ഭാര്യ അറിയിക്കുകയാണ്, യജമാനനെ, എന്റെ ഭർത്താവ്, നിന്റെ ശുശ്രൂഷകൻ, യഹോവ ഭക്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ദൈവഭക്തിയോടെ ജീവിച്ച മനുഷ്യനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ ഇതാ കടം കയറി എന്റെ വീട് പ്രതിസന്ധിയിലായിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകാനായി വന്നിരിക്കുന്നു. ആ സമയത്ത് അതിന്റെ 2ാമത്തെ വാക്യത്തിനകത്ത് എലീശ അവളോട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയുന്നു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം. നമുക്ക് ചിന്തിക്കാം, ദൈവമല്ലേ ചെയ്യേണ്ടത്, എലീശയാണോ? ദൈവമല്ലേ പ്രവർത്തിക്കേണ്ടത്, എലീശയാണോ? പക്ഷെ എലീശ അവിടെ ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്നുള്ളതാണ്. കാരണം നിന്റെ ഭവനത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഞാൻ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഞാൻ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ വാ തുറന്ന് ചിലത് കൽപ്പിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് ആ സഹോദരിയോട് എലീശ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറക, ആസ്ക്, ടെൽ മീ എന്ന പദമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1ാമത്തെ വാക്യത്തിനകത്ത് ആ സഹോദരി നിലവിലുള്ള അവളുടെ പ്രശ്നം പ്രവാചകനായ എലീശയോട് പങ്കുവച്ചില്ലേ? എന്താണ് അവൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന്? നിന്റെ ദാസനായിരുന്ന എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, വലിയ കടമാണ്, കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അവളുടെ സാഹചര്യങ്ങൾ മുഴുവൻ അവൾ പറഞ്ഞില്ലേ? പക്ഷെ വീണ്ടും എന്തിനാണ് 2ാമത്തെ വാക്യത്തിനകത്ത് എലീശ അവളോട് ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, നിന്റെ വീട്ടിൽ, നിന്റെ വ്യക്തിപരമായ ലൈഫിൽ എന്ത് സംഭവിക്കണം എന്ന് നീ പറക. ആ വാക്ക് ശ്രദ്ധിച്ചോണം. നീ പറക, നീ പറയണം. ദൈവത്തിനറിയാം നിന്റെ പ്രശ്നം. ഇന്നെന്നെ കാണുന്നവരോട് പറയുന്നത്, ദൈവത്തിനറിയാം താങ്കളുടെ പ്രശ്നം, ദൈവത്തിനറിയാം താങ്കൾ കടന്നു പോകുന്ന സാഹചര്യം, ദൈവത്തിനറിയാം നിങ്ങളുടെ അവസ്ഥ. പക്ഷേ നിന്റെ ഭവനത്തിന്റെ പ്രതിനിധി നീയാണ്. നിന്റെ ഭവനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് താങ്കളാണ്. സഹോദര, നിങ്ങളാണ്. പിതാവാണെങ്കിൽ പിതാവേ നിങ്ങളാണ്, മാതാവേ നിങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രതിനിധി നിങ്ങളാണ്. ദൈവദാസനെ, നിങ്ങളുടെ ദേശത്തിന്റെ പ്രതിനിധി നിങ്ങളാണ്. ദൈവത്തിന്റെ പ്രതിനിധികളായി നിൽക്കുന്നവർ, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ നിങ്ങളാണ്. നിങ്ങൾ വാ തുറക്കണം. എലീശ അവളോട് പറയുകയാണ്, നീ പറക, നിന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്നും നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്നും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് നീ പറക. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ വാ തുറന്നാൽ മാത്രമേ എന്റെ ദൈവം നിനക്ക് വാതിൽ തുറക്കുകയുള്ളൂ. രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ വാ തുറന്നാൽ മാത്രമേ ദൈവത്തിന് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു വാതിൽ തുറക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ വായടച്ചിരുന്നാൽ, ഭവനത്തിന്റെ പ്രതിനിധികൾ വായടച്ചിരുന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന
ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്കൊരു മാതൃകയാണ്. മദ്യപാനത്തിലും അഴിമതിയിലും കള്ളത്തരത്തിലും പോയിട്ടില്ലാത്ത എൻ്റെ പിതാവും, ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതലേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അമ്മയും ഞങ്ങൾക്കൊരു മാതൃകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ എപ്പോഴും ഞാൻ പറയും, പല മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ അമ്മയുടെ കണ്ണുനീരുമാണ് എന്നെ ദൈവകൃപയിലേക്ക് നയിച്ചതും ഇന്നും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കായി, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർക്കായി, പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർക്കായി, പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ എൻ്റെ മനസ്സിലെ ഭയവും ആശങ്കയും ചിന്തയും അതല്ല. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ഭാര്യയോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമാകണം. ഇന്ന് ഞാൻ പറയുന്നു, എൻ്റെ അമ്മയുടെ, എൻ്റെ അപ്പൻ്റെ, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹമാ. ആ പ്രാർത്ഥന എന്നെ നിലനിർത്തിയെന്ന്. നാളെ കാലത്തിൽ എൻ്റെ മക്കൾ എന്നെ കുറിച്ച് അത് പറയണം. നാളെ കാലത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കുറിച്ച് അത് പറയണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളും പറയുന്നു, എൻ്റെ അമ്മച്ചിയുടെ, എൻ്റെ അപ്പായുടെ, എൻ്റെ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹം, അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിലനിർത്തിയത് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കൾ പറയുമോ, എൻ്റെ അമ്മായുടെ, എൻ്റെ അപ്പായുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹ കാരണമെന്ന്? പറയത്തില്ല എന്നാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അവർ പറയണം. അബ്രഹാം യാഗം കഴിക്കുവാൻ പോകുമ്പോൾ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പാ വിറകും കത്തിയുമുണ്ട്, യാഗമൃഗം എവിടെയാണ്? കാരണം അപ്പൻ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടിട്ടുള്ള മകന്, അപ്പൻ ദൈവത്തെ ദിനം പ്രതി ആരാധിക്കുവാനും ദൈവത്തിന് യാഗം കഴിക്കുവാനും ദൈവത്തിന് ബലി കൊടുക്കുവാനും പോകുന്നത് ദിനം പ്രതി കാണുന്ന മകനാകുന്ന ഇസഹാക്കിന് അറിയാം, യാഗം കഴിക്കണമെങ്കിൽ യാഗവസ്തു വേണമെന്നും യാഗത്തിന് ഒരാടിനെ കരുതണമെന്നും. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുന്നു. അവരും പ്രാർത്ഥനാ മുറികളിലേക്ക് കയറട്ടെ. അപ്പനും അമ്മയും പ്രാർത്ഥനാ മുറികളിൽ കയറുന്നവരാണെങ്കിൽ, അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആ പ്രാർത്ഥനയുടെ കാർപ്പറ്റ് തിരഞ്ഞെടുക്കും, ആ പ്രാർത്ഥനയുടെ തിരഞ്ഞെടുക്കും അവരുടെ ജീവിതത്തിലും അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ. ഭർത്താക്കന്മാർ മാതൃകയുള്ളവരാകട്ടെ, ഭാര്യമാർ ആ നിലകളിലാകട്ടെ. ഇവിടെ ഇതാ ഒരു ഭാര്യ, ഭർത്താവ് നഷ്ടപ്പെട്ടെങ്കിലും ആ ഭാര്യ പറഞ്ഞത് കേട്ടോ, ആ സഹോദരി, നിന്റെ ശുശ്രൂഷകൻ, എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ കുറിച്ച് എന്റെ ഹസ്ബൻഡ് യഹോവ ഭക്തനായിരുന്നു എന്ന് വ്യക്തിപരമായി പറയണമെങ്കിൽ അത് ജീവിതത്തിൽ അനുഭവിച്ചത് തന്നെ കൊണ്ടാണ്. അതുകൊണ്ടാകാം, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ വീട് ആയതുകൊണ്ടാകാം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മാറ്റപ്പെട്ടു പോയെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസന്റെ വീടായതുകൊണ്ടാകാം, ക്ഷാമകാലത്തും സ്വർഗത്തിലെ ദൈവം ആ വീടിനെ ക്ഷേമത്തോടെ പോറ്റിയത്. ആ പ്രതിസന്ധിയുടെ നടുവിൽ പ്രവാചകനായ എലീശായിക്ക് അവിടെ വരുവാനുള്ള നിയോഗം ലഭിച്ചത്. അതെ, നമ്മുടെ കണ്ണുനീരുകളെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ നിലവിളികളെ മറന്നുകളയാത്തൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന അപ്പച്ച, പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, പ്രാർത്ഥിക്കുന്ന അമ്മയെ, പ്രാർത്ഥിക്കുന്ന പിതാവെ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, നിങ്ങളുടെ പ്രാർത്ഥന ദേശത്തിനും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒരു കാവലാണ്. അതെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ പ്രതിനിധിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്റെ ഭവനത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുമെന്ന്? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിന്നില്ലെങ്കിൽ ആര് നിൽക്കുമെന്ന്? എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റാര് പ്രാർത്ഥിക്കുമെന്ന്? ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയും, പ്രാർത്ഥിച്ചോണേ ബ്രദറെ, പ്രാർത്ഥിക്കണേ, എളുപ്പമുണ്ട്, ടൈപ്പ് ചെയ്ത് അയക്കാൻ, ഷുവർലി ഐ വിൽ പ്രേ, പ്രേയിങ് ഫോർ യു, ഒരു ഇമോജിയൊക്കെ ഇട്ട് അയച്ചു തരും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവർ പ്രാർത്ഥിക്കുമെന്ന്? ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറയുന്നവർ ഞാൻ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചില ആൾക്കാരോട് പറയും, എന്റെ പൊന്നു ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും, നിന്റെ നിലനിൽപ്പിന് വേണ്ടിയാലും നീ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് ഞാൻ പറയാറുണ്ട്. വ്യക്തിപരമായിട്ട് താങ്കളുടെ കാര്യത്തിന് വേണ്ടിയെങ്കിലും ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണേ. 1000 പേരോട് പറഞ്ഞിട്ടുണ്ട് ഷുവർലി ഐ വിൽ പ്രേ എന്ന്. 1000 പേരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്. അയ്യോ, അതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും, അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ സമയം എടുത്തില്ലേ പോലും, നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു 5 മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നന്നായിരുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ ദേശത്തിന്റെ പ്രതിനിധിയാണ്, നിങ്ങളുടെ പട്ടണത്തിന്റെ പ്രതിനിധിയാണ്. എന്നാൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്,
രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിഷയങ്ങൾ എടുത്തു വെച്ച് ഓരോരോ വിഷയങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഭയിലെ ഓരോ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവദാസന്മാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവരെ നോക്കി പറയുന്നു, നിങ്ങളെ മറന്നു കളയാത്തൊരു ദൈവം ജീവിക്കുന്നു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തിയ ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്കും ഭേദം വരുത്തുവാൻ വിശ്വസ്തനാണ്. ഇടിവിൽ നിൽക്കുക, നിങ്ങൾ ദേശത്തിന്റെ പ്രതിനിധിയാണ്. എപ്പോഴും ഓർക്കണം, കർത്താവ് ആ നിലയിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ഈ സഹോദരിയോട് എലീശ പറയുകയാണ്, നീ പറക, ദൈവം എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നീ പറക. നീ വാ തുറന്നാൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. പക്ഷെ ആ സഹോദരി എന്താ പറഞ്ഞത്? ആ സഹോദരി പറഞ്ഞത്, എലീശ പറഞ്ഞു അവളോട് പാത്രം എടുത്തുകൊണ്ടുവരിക, അതിൽ എണ്ണ പകരുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ സഹോദരി പറഞ്ഞത്? വായിക്കാം ആ ഭാഗം. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഇന്ന് രാത്രി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. യജമാനനെ, ദൈവത്തിന് എന്റെ അവസ്ഥ മാറ്റുവാനുള്ളതൊന്നും എന്റെ പക്കലില്ല. ദൈവദാസനെ, താങ്കൾ പറയുന്നത് പോലെ എന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിലുകളും കാണുന്നില്ല. എന്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ ലിമിറ്റേഷൻ ഉള്ള ഒരു സാഹചര്യമാണ്. എന്റെ കടഭാരം മാറാനുള്ളതായ, നിലവിലെ എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാനുള്ളതായ യാതൊന്നും എന്റെ പക്കലില്ല. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. വാത്സല്യ സഹോദര സഹോദരി, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ധാരാളമല്ല അവന് വേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള അല്പം അവന് മതി. അല്പവും അവനില്ലെങ്കിലും മനുഷ്യൻ പറയാറുണ്ട്, ഞാൻ ഒന്നേന്നും പറഞ്ഞു തുടങ്ങിയതാ, ദൈവം ഇവിടം വരെ എത്തിയെന്ന്, ദൈവം ഇവിടം വരെ എത്തിച്ചെന്ന്, അല്ലേ? പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ബ്രദറെ, എന്റെ പാസ്റ്ററെ, ഞാൻ ഒന്നേന്നും പറഞ്ഞു തുടങ്ങിയതാ, കർത്താവ് എന്നെ ഇത്രത്തോളം ആക്കിയെന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, എന്റെ കർത്താവിന് തുടങ്ങുവാൻ, ഉയർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ നിങ്ങൾ പറയുന്ന ഒന്നും അവന് വേണ്ട. ആ ഒന്നേ എന്ന് പറഞ്ഞു തുടങ്ങിയില്ല, ആ ഒന്നും അവന് വേണ്ട. കാരണം അവൻ ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്നവനാണ്. അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. നിങ്ങളുടെ പക്കൽ തുടങ്ങാൻ ആ ഒന്നുപോലും ഇല്ലെങ്കിലും അതും നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ അതിനൊരു ആമീൻ പറഞ്ഞാട്ടെ. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ ഒന്നുമില്ല. എന്താണ് ആ അഭിഷിക്തൻ അവളോട് പറഞ്ഞത്? അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കാം, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ, നിനക്ക് വേണ്ടി ദൈവത്തിന് വാതിൽ തുറക്കുവാൻ നിന്റെ കയ്യിലുള്ള അല്പം മതി. പ്രൈസ് ഗോഡ്. 5000-ഓളം ജനങ്ങൾ കൂടിയിരിക്കുന്നിടത്ത് അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ കർത്താവിനോട് വന്ന് പറഞ്ഞു, ഗുരു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. കർത്താവ് പറയുന്നു, അത് കൊണ്ടുവാ, എനിക്ക് 10,000 പോഷിപ്പിക്കുവാൻ അത് മതി. യെരിഹോ മതിലിന് ചുറ്റും കൊള്ള നേടിയെടുക്കുവാനും ദൈവം പറഞ്ഞ നന്മകളെ സ്വീകരിക്കുവാനും ജോഷുവയുടെ നേതൃത്വത്തിൽ വലിയ ജെരിക്കോ മതിലിന് ചുറ്റും, ജെരിക്കോ വാളിന് ചുറ്റും കറങ്ങുന്നതായ പുരോഹിതന്മാർ, ശുശ്രൂഷകർ. യെരിഹോ മതിൽ നിലംപരിചാക്കാൻ നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? വർഷങ്ങൾ കൊണ്ട് പണിതുയർത്തി 6 ഇരുമ്പ് രഥചക്രങ്ങൾ ഒന്നിച്ച് ജെരിക്കോയുടെ മുകളിലൂടെ ഓടും. അത്ര വീതിയുള്ള ഈ വൻ മതിൽ വീഴ്ത്തുവാൻ നിങ്ങളുടെ പക്കൽ എന്ത് ആയുധമുണ്ട്? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ജെരിക്കോ വീഴ്ത്താൻ? ജെരിക്കോ മതിലിന് വിരോധമായി ഇട്ടുകൊടുക്കാൻ നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അതിനെ നിലംപരിചാക്കാൻ എന്തായുധമുണ്ട്? അവർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ദൃശ്യത്തിൽ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, ദൃശ്യമായ ഞങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാഹളമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. ദൈവം പറയുന്നു, മതി, ആ കാഹളമോത്, എനിക്ക് പ്രവർത്തിപ്പാൻ ആ കാഹളം മതി.
എനിക്ക് പ്രവർത്തിപ്പാൻ ആ 5 അപ്പവും 2 മീനും മതി. എനിക്ക് പ്രവർത്തിപ്പാൻ നിന്റെ കയ്യിലുള്ള അല്പം എണ്ണ മതി. കാനാവിലെ വിവാഹ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ, അല്പം പോലും വീഞ്ഞില്ലാതെ വന്നപ്പോൾ, അവിടെ ഇനി വിളമ്പാൻ വീഞ്ഞില്ലാതിരിക്കുമ്പോൾ ഇനി അവിടെ എന്തുണ്ട്? ഖരപദാർത്ഥമായി എന്തുണ്ട്? കിണറ്റിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, വേറൊന്നുമില്ല, മതി, എനിക്ക് ആ കിണറ്റിൽ കിടക്കുന്ന വെള്ളം മതി. ഇത്രയും ജനത്തെയും ശ്രേഷ്ഠകരമായി പോഷിപ്പിക്കുവാൻ, ശ്രേഷ്ഠമായ വീഞ്ഞാക്കുവാൻ എനിക്ക് നിലവിൽ അവിടെ ഉള്ളത് മതി. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നിലംപരിചാക്കുവാൻ, വീഴ്ത്തുവാൻ, ദാവീദെ നിന്റെ പക്കൽ എന്തുണ്ട്? എന്തായുധമുണ്ട്? ദാവീദ് പറയുന്നു, എന്റെ പക്കൽ ഒന്നുമില്ല, പിന്നെ ആകെയുള്ളത് ഒരു കവണയും സഞ്ചിയിൽ 5 കല്ലുമാ. ദൈവം പറഞ്ഞു, ദാവീദേ എനിക്ക് 5 കല്ല് വേണ്ടടാ, എനിക്ക് അതിലെ 1 കല്ല് മതി. നിന്റെ പക്കലുള്ള ആ 1 കൊണ്ട്, നിന്റെ പക്കലുള്ള ആ അല്പം കൊണ്ട് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എനിക്ക് കഴിയുമെന്ന് ഇന്ന് രാത്രി യഹോവ ചിലരോട് അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഒരു മുടന്തൻ ഇരിക്കുന്നു. ആ മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കുന്നു. വല്ലതും കിട്ടുമെന്ന് കരുതി ഉറ്റുനോക്കുമ്പോൾ പത്രോസ് പറയുന്നു, ഞങ്ങൾക്ക് നിനക്ക് തരുവാൻ പൊന്നില്ല, വെള്ളിയില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. ഇന്ന് രാത്രി സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ വലിയതായിട്ടൊന്നും നിങ്ങളുടെ പക്കലില്ലെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, നിലവിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട്, നിലവിലുള്ള അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ കഴിയുന്ന വാതിലാകുന്ന ക്രിസ്തു ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. വെളിപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നമ്മൾ ഇന്ന് രാത്രി വായിച്ച കുറിവാക്യം അല്ലെങ്കിൽ പ്രധാന വാക്യം വെളിപ്പാട് 3:7 അടുത്ത അധ്യായമായി വെളിപ്പാട് 4:1 വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. KJV ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും എല്ലാം എഴുതിയിരിക്കുന്നത്, ആഫ്റ്റർ ദിസ് ഐ ലുക്ക്ഡ് ആൻഡ് ബിഹോൾഡ് എ ഡോർ വാസ് ഓപ്പൺഡ് ഇൻ ഹെവൻ എന്നാണ്. ആഫ്റ്റർ ദിസ് ഐ ലുക്ക്ഡ്, ഞാൻ നോക്കുമ്പോൾ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പത്മോസിന്റെ ഏകാന്തതയിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, നിരാശകളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ അകപ്പെട്ട് കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ആ പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ, വേദനയുടെ, നിരാശയുടെ നടുവിൽ താൻ സ്വർഗത്തിലേക്ക് നോക്കി, തന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ണോടിക്കുമ്പോൾ എല്ലാം നിരാശയുടെയും തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും ഭയത്തിന്റെയും ഒക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇന്ന് രാത്രിയിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വഴുതുവാൻ അവൻ അനുവദിക്കത്തില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന യോഹന്നാന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. സ്വർഗത്തിന്റെ വാതിൽ യോഹന്നാന്റെ മുമ്പിൽ തുറന്നു. ഈ രാത്രിയിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഒരു വാതിൽ തുറക്കുവാൻ നോക്കിയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? യൗവനക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉപജീവനത്തിനായി, ആത്മീക ശുശ്രൂഷയ്ക്കായി, ജീവിതത്തിന്റെ സമാധാനത്തിനായി, സൗഖ്യത്തിനായി, ആത്മീക വർധനവിനായി സ്വർഗത്തിലെ ദൈവമേ ഒരു വാതിൽ എന്റെ മുമ്പിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഉറപ്പായും പറയുന്നു, എല്ലാവർക്കും വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറക്കില്ല. പക്ഷേ നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി, സ്വർഗത്തിലേക്ക് ഒരു പുതിയ വാതിൽ തുറക്കുവാൻ ഉറ്റിരിക്കുന്നവർക്ക് വേണ്ടി, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി യോഹന്നാന്റെ മുമ്പിൽ തുറന്ന വാതിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തന്റെ ശുശ്രൂഷയിൽ തന്റെ മുൻപിൽ തുറന്ന വിവിധ തരത്തിലുള്ള വാതിലുകളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്,
പൗലോസിന്റെ മുമ്പിൽ തുറന്നതായ വലിയതും സഫലവുമായ ഒരു വാതിൽ. 1 കൊരിന്ത്യർ 16:9 പറയുന്നു, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ പലരുമുണ്ട്. എപ്പോഴും ഓർക്കണം, ദൈവം നമ്മുടെ മുമ്പിൽ വാതിലുകൾ തുറക്കുമ്പോൾ എതിരാളികൾ ഉണ്ടാകും. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ, നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ എതിരാളികൾ പലരും ഉണ്ടാകും. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം, എത്ര എതിരാളികൾ ഉണ്ടെങ്കിലും, എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും, എത്ര അസൂയാലുക്കൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, ദൈവം നിന്റെ മുമ്പിൽ തുറന്ന വലിയതും സഫലവുമായ വാതിൽ അടയ്ക്കുവാൻ ഈ ഭൂമിയിലെ ഒരു കരങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചോദിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? ദൈവത്തിന്റെ ഭുജത്തെ തടുക്കുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്നവർ ഒരാമീൻ പറയുക. അതിന്റെ 10ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയുകയാണ്, എനിക്ക് വിശാലവും സഫലവുമായ ഒരു വാതിൽ എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. തീമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കും നോക്കുവേൻ, എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. കർത്താവിന്റെ വേലയുടെ മുൻപിൽ, കർത്താവിന്റെ ശുശ്രൂഷയുടെ മുൻപിൽ, ആത്മീയ ശുശ്രൂഷകളുടെ മുൻപിൽ വിശാലതയുടെ സഫലമാകുന്ന വാതിലുകൾ തുറക്കുവാൻ കർത്താവിന് കഴിയും. ഏതൊക്കെയോ ശുശ്രൂഷകന്മാർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, മക്കളെ, ദൈവം തുറക്കുന്നത് ഒരു സാധാരണ വാതിലായിരിക്കില്ല. അവൻ തുറക്കുന്നത് വിശാലമായതും സഫലമാകുന്നതുമായ വാതിലായിരിക്കും. കാരണം അവൻ വാതിലാകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. സുവിശേഷത്തിന് വേണ്ടി തുറന്നതായ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി തുറന്നതായ ഒരു വാതിൽ. ത്രോവാസിൽ അപ്പോസ്തലന്മാരെത്തിയപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കായി അവരുടെ മുമ്പിൽ അവർക്കായി ഒരു വാതിൽ സ്വർഗത്തിലെ ദൈവം തുറക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വാതിൽ, വിശാലതയുടെ വാതിൽ, സഫലതയുടെ വാതിൽ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യോടെ വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 27-ാമത്തെ ദയവായിട്ട് വായിച്ചേ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അവിടെ എത്തിയപ്പോൾ സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. വാ തുറന്ന് പറയാമോ? വിശ്വാസത്തിന്റെ വാതിൽ. ഈ COVID-19 വ്യാപനങ്ങളൊക്കെ ലോകത്തിൽ നടക്കുമ്പോൾ എല്ലാ വാതിലുകളും അടച്ച് അവരവരുടെ ഭവനങ്ങളിൽ ആയിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, നിങ്ങളുടെ വീടിന്റെ വാതിലുകൾ അടഞ്ഞാലും, നിങ്ങളുടെ യാത്രയുടെ വാതിലുകൾ അടഞ്ഞാലും, നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ വാതിലുകൾ അടഞ്ഞാലും, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാതിൽ ഒരിക്കലും അടഞ്ഞു പോകില്ല. വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കടന്നാൽ, ശ്രദ്ധിക്കുക, വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കടന്നാൽ വേറെ ഏതെല്ലാം വാതിലുകൾ നിന്റെ മുമ്പിൽ ഷട്ട് ഡൗൺ ആയാലും അടഞ്ഞാലും, വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ടെങ്കിൽ എല്ലാ നന്മയും അതിലൂടെ അകത്ത് വന്നിരിക്കും. വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കടന്നാൽ ക്ഷാമകാലത്തും ഈ ദൈവം നിന്നെ ക്ഷമമായി പൊറ്റിയിരിക്കും. വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കടന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് തിരമാലകളുടെ നടുവിലും ഉറച്ചു പോകുവാൻ ഇടയാകും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞ, സഹോദരന്മാരെ, നിങ്ങൾക്കാർക്കും അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഈ രാത്രിയിൽ ഈ തിരുവെഴുത്തിന്റെ മുൻപാകെ എത്ര പേർക്ക് പറയാൻ കഴിയും, വിശാലതയുടെ സഫലതയുടെ വാതിൽ എന്റെ കർത്താവ് എനിക്കായി തുറക്കും. സുവിശേഷത്തിന്റെ വാതിൽ എന്റെ മുമ്പിൽ തുറക്കും. വിശ്വാസത്തിന്റെ വാതിൽ എന്റെ ജീവിതത്തിൽ തുറന്നു കിടക്കുന്നിടത്തോളം കാലം ഒരു നന്മയുടെ വാതിലും ശത്രുവിന് അടയ്ക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? സ്വർഗത്തിലെ ദൈവമേ, എന്റെ കണ്ണ് ഞാൻ അങ്ങിലേക്ക് ഉയർത്തുകയാണ്. എന്നിലൊരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഉണ്ടാകട്ടെ. എന്റെ ജീവിതത്തിൽ ആത്മീയതയുടെ ഒരു വാതിൽ തുറക്കപ്പെടട്ടെ. അതിലൂടെ ദൈവികമായ കൃപാവരങ്ങൾ എന്നിലേക്ക് വരട്ടെ.
അഭിഷേകം എന്നിലേക്ക് വരട്ടെ, ദൈവശക്തി എന്നിലേക്ക് വരട്ടെ, പരിശുദ്ധാത്മകൃപ എന്നിലേക്ക് വരട്ടെ, സമാധാനം എന്നിലേക്ക് വരട്ടെ, സ്വസ്ഥത എന്നിലേക്ക് വരട്ടെ, ധൈര്യം എന്നിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നതായ ഭയത്തിന്റെ വാതിലുകൾ അടയട്ടെ. ഇപ്പോൾ എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നതായ നിരാശയുടെ വാതിലുകൾ അടയട്ടെ. ഇപ്പോൾ എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നതായ തകർച്ചകളുടെ വാതിൽ അടയട്ടെ. ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ യേശുവിന്റെ നാമത്തിൽ എന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഒരു ദൈവപ്രവൃത്തിയുടെ വാതിൽ യേശുവിന്റെ നാമത്തിൽ എന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിനിധികളാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാ തുറക്കുക. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ വാ തുറക്കുക. നിങ്ങളുടെ പട്ടണങ്ങൾക്ക് വേണ്ടി അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി, സകല വിഷയങ്ങൾക്ക് വേണ്ടി വാ തുറക്കുക. ഈ ദിവസങ്ങളിൽ 10,000 ദൈവികമായ വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും വരുവാൻ വാ തുറക്കുക. ആരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ, വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനായി അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുക. അക്കരങ്ങളെ ഇരിക്കുന്ന സ്ഥലത്ത് കഴിയുവാണെങ്കിൽ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വസിച്ചേ. ഏതെല്ലാം വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞാലും വിശ്വാസത്തിന്റെ വാതിലുകൾ അടയാതിരിക്കട്ടെ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ ആവതില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവതില്ല. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ.